നാസയുടെ പര്യവേഷണ വാഹനം ക്യൂരിയോസിറ്റി ചൊവ്വയിലിറങ്ങി. ചൊവ്വയിൽ ജീവന്റെ സാധ്യതകൾ തേടുകയാണ് ക്യൂരിയോസിറ്റിയുടെ ദൌത്യം. വിജയകരമായി ഇറങ്ങിയ ശേഷം ക്യൂരിയോസിറ്റി എടുത്ത ചൊവ്വയുടെ പുതിയ ദൃശ്യങ്ങൾ നാസയിൽ ലഭിച്ചു. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 11:02-നാണ് നാസയുടെ നൂതന പര്യവേക്ഷണ പേടകമായ ക്യൂരിയോസിറ്റി ചൊവ്വയിലിറങ്ങിയത്. ശാസ്ത്രലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ നിമിഷങ്ങൾക്ക് ശേഷമാണ് നാസ വിജയകരമായ വിക്ഷേപണം നടന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ചൊവ്വയുടെ പ്രതലത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് 7 മിനിറ്റ് മുൻപ് ക്യൂരിയോസിറ്റിയെ വിക്ഷേപണ റോക്കറ്റിൽ നിന്ന് വേർപെടുത്തി. തുടർന്ന് പ്രത്യേക ക്രെയിൻ സംവിധാനത്തിന്റെ സഹായത്തോടെ ചൊവ്വയുടെ അന്തരീക്ഷത്തിലൂടെ നീക്കിയാണ് വേഗം കുറച്ചത്. പര്യവേഷണ പേടകത്തിന്റെ ചക്രങ്ങൾ ഗ്രഹോപരിതലത്തിൽ മുട്ടിയതോടെയാണ് വിക്ഷേപണ പ്രക്രിയ പൂർണ്ണമായത്. ചൊവ്വയുടെ മധ്യരേഖയ്ക്ക് സമീപമുള്ള ഗേൽ ക്രേറ്റർ എന്ന വൻ ഗർത്തത്തിൽ ക്യൂരിയോസിറ്റി ഇറക്കാനായിരുന്നു നാസയുടെ തീരുമാനം. ഈ ഗർത്തത്തിലോ ഗർത്തത്തിനകത്തു തന്നെയുള്ള ഉയർന്ന പ്രദേശമായ മൗണ്ട് ഷാർപ്പിലോ ജീവസാന്നിധ്യമുണ്ടോ എന്ന് ചെയ്യുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ നവംബർ 26-ന് ഫ്ലോറിഡയിലെ കേപ്പ് കനവർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ക്യൂരിയോസിറ്റി വിക്ഷേപിച്ചത്. 98 ആഴ്ചയാണ് ക്യൂരിയോസിറ്റി പ്രവർത്തന സജ്ജമായിരിക്കുക. ഏതാണ്ട് 13,750 കോടി രൂപ ചെലവിൽ അതിനൂതന ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളും യന്ത്രങ്ങളും ഉൾപ്പെടുത്തിയ ബൃഹത് പദ്ധതിയാണ് നാസ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. സയൻസ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.